സ്പോർട്സ് റേഡിയോ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയ സ്പോർട്സ് അപ്ഡേറ്റ് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ആദ്യത്തെ അപ്ഡേറ്റ് രോഹിത് ശർമ്മയുമായി ബന്ധപ്പെട്ടതാണ്. ഇന്ത്യയുടെ T20 വിജയത്തിന് ശേഷം താരം ഇന്റർനാഷണൽ T20യിൽ നിന്ന് വിരമിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ താരത്തിന്റെ ക്യാപ്റ്റൻസിയുടെ കാര്യത്തിൽ ക്ലാരിറ്റി വരുത്തിയിരിക്കുകയാണ് BCCI സെക്രട്ടറി ജയ് ഷാ. 2025 പാകിസ്ഥാനിൽ നടക്കാനിരിക്കുന്ന ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യയെ രോഹിത് തന്നെ നയിക്കുമെന്ന് ജയ് ഷാ പറഞ്ഞു. 2025 ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയെ നയിക്കുന്നത് രോഹിത് തന്നെയാകും. ഇന്നത്തെ അടുത്ത അപ്ഡേറ്റ് ഇന്ത്യൻ സിംബാബ്വെ T20 സീരീസുമായി ബന്ധപ്പെട്ടതാണ്. ആദ്യത്തെ T20യിലെ പരാജയത്തിന് കണക്ക് തീർത്ത് ടീം ഇന്ത്യ. ഹരാരയിൽ നടന്ന രണ്ടാം T20യിൽ സിംബാബ്വേനെ 100 റൺസിന് ഇന്ത്യ പരാജയപ്പെടുത്തി. ടോസ് നേടിയ ഇന്ത്യൻ ക്യാപ്റ്റൻ ഗിൽ ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. ഓപ്പണർ അഭിഷേക് ശർമ്മയുടെ സെഞ്ചുറി കരുത്തിൽ ഇന്ത്യ നിശ്ചിത 20 ഓവറിൽ 234 റൺസ് എടുത്തു. ഋതുരാജ് ഗെയ്ക്വാദ് 77 റൺസും റിങ്കു സിംഗ് 48 റൺസും നേടി. മറുപടി ബാറ്റിംഗിൽ സിംബാബ്വെ 134 റൺസിൽ എല്ലാവരും പുറത്തായി. ഇന്ത്യക്കായി മുകേഷ് കുമാറും അവേഷ് ഖാനും 3 വിക്കറ്റ് വീതം വീഴ്ത്തി. ബിഷ്ണോയി 2 വിക്കറ്റും. അഭിഷേക് ശർമ്മയാണ് കളിയിലെ താരം. ബുധനാഴ്ചയാണ് പരമ്പരയിലെ 3-ാം മത്സരം. ഇന്നത്തെ അടുത്ത അപ്ഡേറ്റ് വുമൻസ് കരീബിയൻ പ്രീമിയർ ലീഗുമായി ബന്ധപ്പെട്ടതാണ്. 2024 വുമൻസ് കരീബിയൻ പ്രീമിയർ ലീഗിന് മുന്നോടിയായി ഇന്ത്യൻ സൂപ്പർ താരങ്ങളായ ചെമിഹ റോഡ്രിഗസിനെയും ശിഖ പാണ്ഡ്യനെയും ട്രിംബാഗോ നൈറ്റ് റൈഡേഴ്സ് സൈൻ ചെയ്തു. ഇവ വരുന്നതോടുകൂടി ടീം ശക്തിപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നതായി നൈറ്റ് റൈഡേഴ്സ് ഗ്രൂപ്പ് CEO വെങ്കി മൈസൂർ അഭിപ്രായപ്പെട്ടു. 2022 പ്രഥമ സീസണിൽ ട്രിംബാഗോ നൈറ്റ് റൈഡേഴ്സ് ആയിരുന്നു ചാമ്പ്യന്മാർ. ഓഗസ്റ്റ് 21 ടൂർണമെന്റ് ആരംഭിക്കുന്നത്. ഇന്നത്തെ അവസാനത്തെ അപ്ഡേറ്റ് യൂറോ കപ്പുമായി ബന്ധപ്പെട്ടതാണ്. മൈതാനത്തിലെ വിവാദാഘോഷത്തിന് തുർക്കി താരം മെർക് ഡൊമിറാലിന് 2 മത്സരത്തിലേക്ക് വിലക്ക്. ഓസ്ട്രേലിയക്കെതിരെ പ്രീ ക്വാർട്ടർ ഫൈനലിൽ നേടിയ ഗോളിനെ തുടർന്ന് നടത്തിയ ആഘോഷത്തിൽ തീവ്ര ദേശീയ സ്വഭാവമുള്ള ഊൾ സല്യൂട്ട് നടത്തിയതിനാണ് തുർക്കി ഡിഫൻഡർക്ക് വിലക്ക്. സ്വിറ്റ്സർലാൻഡിനെതിരെ ഗോൾ നേടിയ ശേഷം അശ്ലീലാംഗ്യം കാണിച്ച ഇംഗ്ലണ്ട് സൂപ്പർ താരം ബെല്ലിംഗ്ഹാമിന് സമാന തെറ്റ് ആവർത്തിക്കരുതെന്ന് കർശന താക്കീത് നൽകി. എന്നാൽ മത്സരത്തിലെ ആരാധക അതിക്രമം കാരണം ഇംഗ്ലീഷ് ഫുട്ബോൾ അസോസിയേഷൻ €1000 പിഴ അടയ്ക്കണം. കായിക ലോകത്തിലെ പുതുപുത്തൻ വിശേഷങ്ങളുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ബൈ ബൈ, ടേക്ക് കെയർ.